കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു മോഷണ വാർത്തയിലേക്കാണ് ഇനി. ചക്കാലമുക്ക് സ്വദേശിനി രമ്യയുടെ വീടിന് മുന്നിലിരുന്ന സ്കൂട്ടർ ഇന്നലെ രാത്രി മോഷണം പോയിരുന്നു. ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ വീടിന് മുന്നിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്കൂട്ടർ, അതായത് ആ കള്ളൻ തന്നെയാണ് സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചത്. തൊപ്പിയും മാസ്കും ധരിച്ചയാൾ ഇന്നലെ സ്കൂട്ടറും എടുത്ത് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, സാധാരണ ഒരു ചെറിയ കളവ് നടത്തി കഴിയുമ്പോൾ ചിലർക്ക് മനസ്താപം തോന്നാം, കുറ്റബോധം തോന്നാം, പിന്നീട് അത് വേണ്ടായിരുന്നു, അങ്ങനെ ഇത് ചെയ്യണ്ടായിരുന്നു, മോഷണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ കള്ളൻ ഈ മോഷ്ടിച്ച സ്കൂട്ടർ അവിടെ തിരികെ കൊണ്ടുവന്ന് വെച്ചത് ഇത്തരം മനസ്താപം കൊണ്ടായിരിക്കുമോ, അതോ ഇന്നലെ ഇയാളുടെ CCTV ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു, വാർത്തകൾ പുറത്തു വന്നിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടായിരിക്കുമോ മോഷ്ടിച്ച സ്കൂട്ടർ തിരികെ കൊണ്ടുവന്ന് വെച്ചത്? തീർച്ചയായും ടോം, കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ചക്കാലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ ഒരു മോഷ്ടാവ് വീട്ടിന് മുന്നിലുള്ള സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കരുനാഗപ്പള്ളി പോലീസിൽ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം, ഈ വാഹനം അവർക്ക് തന്നെ തിരികെ കിട്ടി എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെയാണ് തിരികെ കിട്ടിയത്. വളരെ രസകരമായ ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിൽ പോലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മറ്റൊരു കാര്യം വളരെ രസകരമായിട്ട് തോന്നുമെങ്കിൽ പോലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാം ടോം. ആ മോഷ്ടാവ് കടന്നു വരികയും വീടിനുള്ളിലേക്ക് കാർപോർട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു മോഷ്ടാവ് വരികയാണെങ്കിൽ ശബ്ദം കേൾപ്പിക്കാതെയാണല്ലോ സാധാരണ സ്കൂട്ടർ കൊണ്ടുപോകുന്നത്. ബാക്കിലേക്ക് ഉരുട്ടി കൊണ്ടുപോയി മോഷ്ടാവൻ അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയാണ് സാധാരണ മോഷണ രീതി കണ്ടുവരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അയാൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അത് ഈ വീട്ടുകാർക്ക് വലിയൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വീട്ടുകാർ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകി. അപ്പോൾ ഈ വീട്ടിലെ ഗൃഹനാഥനായ പ്രഭ അല്പസമയം മുന്നെയാണ് ഈ വീട്ടിലേക്ക് വരികയും സ്കൂട്ടർ അവിടെ വെച്ചിട്ട് കാറുമായിട്ട് അയാൾ പുറത്തേക്ക് പോയത്. ഈ സമയത്തായിരുന്നു മോഷ്ടാവ് അവിടേക്ക് കടന്നു വന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഉടുപ്പും പാന്റും ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൊപ്പിയിട്ടിട്ടുണ്ട്, മുഖം മാസ്ക് ചെയ്ത് ആയിട്ടാണ് കാണുന്നത്. അയാൾ കടന്നു വരികയും സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ സ്കൂട്ടറിന്റെ ഉടമയായ രമ്യ എന്നാണ് പേര്, വീട്ടമ്മ വന്ന് നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കൊണ്ടുപോയതായിട്ട് വിവരം അറിയുന്നത്. ഉടൻ തന്നെ തന്റെ ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കാറുമായിട്ടാണ് പുറത്തേക്ക് പോയത്, സ്കൂട്ടർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംശയം തോന്നി CCTV പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് ഈ സ്കൂട്ടർ കൊണ്ടുപോകുന്നതായിട്ട് ഇവർക്ക് ബോധ്യമായത്. ഉടൻ തന്നെ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. മോഷ്ടാവ് വഴിക്ക് ഒരു മത്സ്യ വിൽപ്പന ശാലയിൽ കയറി, അത് മത്സ്യ കച്ചവട കടയിൽ കയറി അവിടെ നിന്ന് പണം അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കൃത്യമായ ഒരു മോഷ്ടാവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ബോധ്യമാവുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും കരുനാഗപ്പള്ളി പോലീസിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുമായി പോലീസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇന്ന് പുലർച്ചെ ഇവർ വീടിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഈ സ്കൂട്ടർ കണ്ടുകിട്ടിയത്. സ്കൂട്ടർ ഹാൻഡിൽ ലോക്ക് ചെയ്ത് മറ്റ് കേടുപാടുകളൊന്നും വരുത്താതെ തന്നെ ഇതിന്റെ താക്കോല് സുരക്ഷിതമായിട്ട് സ്കൂട്ടറിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നാണ് സ്കൂട്ടറിന്റെ ഉടമ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇത് ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇത് കിട്ടിയത് വളരെ ആശ്വാസകരമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ മോഷ്ടാവ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. കാരണം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, തന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഈ സ്കൂട്ടർ തിരികെ നൽകി എന്നുള്ളത് തന്നെ ഇതിന് ബോധ്യമാവുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കരുതാൻ കഴിയുമോ? കാരണം മാസ്ക് ധരിച്ച് ഒരാൾ വാഹനമെടുക്കാൻ എത്തുന്നു, അയാളുടെ ഉദ്ദേശം മോഷണം തന്നെ ആയിരിക്കാം. മാത്രമല്ല, എന്തായാലും രമ്യയെ സംബന്ധിച്ച്
ഈ സ്കൂട്ടർ ഉടമയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവർക്ക് സ്കൂട്ടർ തിരികെ കിട്ടിയിട്ടുണ്ട്. ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പോലീസിൻ്റെ തീരുമാനം എന്താണ്? കാരണം ഇത് മോഷണ വസ്തു തിരികെ എത്തിച്ചെങ്കിൽ പോലും ആദ്യം നടത്തിയ മോഷണം അതൊരു കുറ്റകൃത്യമാണ്. പോലീസ് ആ കേസ് എഴുതി തള്ളുമോ അതോ മോഷണ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ബിനീഷ്? കരുനാഗപ്പള്ളി പോലീസ് പരാതി ലഭിച്ചപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇയാൾ മറ്റൊരു മോഷണവും കൂടി നടത്തി എന്നുള്ളതാണ്. ഈ സ്കൂട്ടർ മോഷ്ടിച്ചത് കൂടാതെ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഒരു മത്സ്യക്കച്ചവട ശാലയിൽ കയറി, ഒരു വിൽപ്പനശാലയിൽ കയറി അവിടെ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിലെ CCTV പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും കരുനാഗപ്പള്ളി പോലീസിൽ ലഭ്യമാണ്. അപ്പോൾ മോഷ്ടാവ് തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് വീട്ടുകാരെ ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള കളവുകൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും മോഷ്ടാവിനെ പിടികൂടിയേ മതിയാകുകയുള്ളൂ. ഇത്തരത്തിലുള്ള ചെറുതായാലും വലുതായാലും മോഷണ ശ്രമമായാലും അത് കുറ്റകൃത്യം തന്നെയാണ്. പോലീസ് അത്തരത്തിലുള്ള ആ ഒരു ഗൗരവത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വലിയ തെളിവാണ്. അതിൽ കൃത്യമായിട്ട് ഇയാളുടെ മുഖവും വ്യക്തമാണ്. അപ്പോൾ പോലീസിന് അറിയാം ഈ അടുത്ത സമയങ്ങളിൽ ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി അല്ലെങ്കിൽ മോഷണവുമായി ബന്ധപ്പെട്ട് ഈ ചില മോഷ്ടാക്കളുടെ തന്നെ മോഷണ രീതികൾ പോലീസിന് വ്യക്തമാണ്. അങ്ങനെയാണോ കരുതുന്നത് ബിനീഷ്? ഇയാളൊരു സ്ഥിരം മോഷ്ടാവാണോ? ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? പോലീസിന് അറിയാൻ പോലീസിന് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ടോം. എന്തായാലും ഈ അടുത്ത സമയത്ത് ഈ മോഷണ കുറ്റങ്ങളൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ചില മോഷ്ടാക്കളുണ്ട്. ഇവരുടെ എല്ലാം ലിസ്റ്റുകൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ ആയിട്ട് ഉള്ളവരുമായിട്ട് പോലീസ് കളക്ട് ചെയ്ത് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നാലും ഇയാൾ ഉടൻ തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് കൃത്യമായ ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നും നമുക്കറിയാൻ കഴിയുന്നു കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ മോഷണ വസ്തു മോഷ്ടിച്ച സ്കൂട്ടർ അവിടെ തിരികെ കൊണ്ടുവന്ന് വെച്ചെങ്കിൽ പോലും ഈ കേസിൻ്റെ ഗൗരവം കുറയുന്നില്ല. കാരണം ഒരു മോഷണമാണ് ഇയാൾ നടത്തിയത്. സ്ഥിരം മോഷ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളായിരിക്കാം. മോഷണം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവിടെ എത്തിയതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. പ്രതിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.